أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാനപ്പെട്ട ഉസ്താദ് ഷംസുദ്ദീൻ ഫൈലി, ബഹുമാനപ്പെട്ട നൂർ ഫൈലി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ചില ക്ലിപ്പുകൾ നമ്മുടെ ക്ലാസ് റൂമിൽ ഇപ്പോൾ നിങ്ങളെ കേൾപ്പിക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളോടുകൂടിയും നമ്മളെ ക്ലാസ് റൂം സജീവമായിരിക്കുകയാണ്. ഔലിയാക്കളെ സംഘടനയ്ക്ക് വേണ്ടി നിർമ്മിക്കുകയും സംഘടനാ താൽപര്യങ്ങൾക്കനുസരിച്ച് യഥാർത്ഥ ഔലിയാക്കന്മാരെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഏർപ്പാട് കാന്തപുരം വിഭാഗത്തിനുണ്ട് എന്ന് അവരുടെ ബഹുജന യുവജന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ നിമിഷങ്ങൾക്കകം നമ്മുടെ ക്ലാസ് റൂമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വെളിപ്പെടുത്താൻ പോവുകയാണ്. അതിനു മുമ്പ് മലബാർ കലോത്സവത്തിന്റെ ഓർമ്മക്കായി കാന്തപുരം സ്ഥാപിച്ച വിഭാഗത്തിന്റെ ക്ലാസ് റൂമായ മലബാർ കലോത്സവ റൂമിന്റെ അമീർ ബഹുമാനപ്പെട്ട ഉസ്താദ് നസറുദ്ദീൻ അസ്ഹരി അവர்கள் നിമിഷങ്ങൾക്കകം നമ്മെ അഭിസംബോധന ചെയ്യുന്നു. ഉസ്താദ് നല്ല പാട്ടാ, പഴയ കാലത്ത്. അതൊക്കെ ഒന്ന് കേൾക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുഴുവൻ മലബാറികളെയും നമ്മുടെ ക്ലാസ് റൂമിലേക്ക് ഉടൻ തന്നെ എത്തിക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോ അവിടെ പറയുന്ന ഉസ്താദ് അവരെ ക്ലാസ് റൂമിൽ ഇട്ട ഒരു പരസ്യം, സത്യത്തിൽ ഞാൻ ഇയാള് ഇപ്പോ ലൈവ് അല്ലാന്നാ കരുതിയിരുന്നത്. ഇയാളെ ഇപ്പൊ ഇല്ലാന്നാ ഞാൻ കരുതിയിരുന്നത്. ആ സമയത്താണ് മൂപ്പര് ഉണ്ട് എന്ന് മനസ്സിലായത്. മൂപ്പര് ഈ ക്ലാസ് റൂമിൽ ഇതിലുണ്ട് എന്ന് മനസ്സിലായത്. അവിടെ മൂപ്പര് പേരിട്ടിരിക്കുന്നത് എന്താ അറിയുമോ? അപ്പുറത്ത് മൂപ്പര് KMIC ക്ലാസ് റൂം അമീർ. അപ്പൊ ഞാനിപ്പോ എന്നാ മൂപ്പര് ഇപ്പൊ കാര്യമായിട്ട് ഇപ്പൊ ആളെ ഹയാത്തിലില്ലാന്ന് കരുതിയതുകൊണ്ട് ഞാൻ പരിപാടി വിട്ടതായിരുന്നു. അയാൾ മുടിയിലിപ്പോ ഇല്ലാന്ന് കരുതിയിട്ട് അപ്പൊ ഉണ്ട് എന്ന് മനസ്സിലായപ്പോ മൂപ്പരവളുകള് പാടിപ്പറഞ്ഞ ചില ഖുസൂസിയത്തുകളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് റൂമിൽ പുനരാവിഷ്കരിക്കാൻ പോകുക. അപ്പോ അല്ല, കാന്തപുരത്തിനല്ല, മൊത്തം ഇറച്ചിയാണ്. ഇന്നൊരാളെയും വിടുന്നില്ല. ഇന്നൊരാളെയും വിടുന്നില്ല, നിങ്ങൾ ബേജാറാണ്. അപ്പൊ മുഴുവൻ ആൾക്കാരെയും നമ്മളെ ക്ലാസ് റൂമിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഏകദേശം ഉസ്താദ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മളെ അബ്ദുള്ള തോട്ടക്കാട് ഉസ്താദ് അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഒന്ന് കാണിച്ചു കൊടുക്കും മറ്റേതില് വീഡിയോയിൽ. അബ്ദുള്ള തോട്ടക്കാട്, നീ നമ്മൾ നുണ പറയാണെന്ന് പറയണ്ട അല്ലേ? ഇപ്പൊ ചൂടപ്പം പോലെ സ്ക്രീൻഷോട്ട് എടുത്തതാണ്. അദ്ദേഹം അമീറാണ് ആ ക്ലാസ് റൂമിന്റെ. ഇൻഷാ അല്ലാഹ് ആ അമീർ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മുമ്പ് പറഞ്ഞത് ഈ പാട്ടൊന്ന് പാടാൻ, പണ്ടു പാടിയ പാട്ടുകളൊക്കെ അല്ലെ, അതൊന്നിപ്പോ പാടാൻ ധൈര്യമുണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്. അതൊരു പാട്ടുപാടി ചോദിക്കാൻ ഇപ്പൊ എന്നെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് നമ്മളെ ബഹുമാനപ്പെട്ട ഗഫൂർ അരിമ്പ്രയൊക്കെ നമ്മുടെ ക്ലാസ് റൂമിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ പാട്ട് ഗഫൂർ അരിമ്പ്ര നിങ്ങൾക്ക് വേണ്ടി അതിന് ശേഷം ഒന്ന് പാടിത്തരും. ഇതോടുകൂടി ഗഫൂർ അരിമ്പ്രയെ കാണാതെ പഠിക്കും. ഈ പാട്ട് ഇൻഷാ അല്ലാഹ് ഇനി നമ്മളെ ക്ലാസ് റൂമിൽ
വളരെ മനോഹരമായി ഗഫൂർ അരിമ്പ്ര നമ്മുടെ ക്ലാസ് റൂമിൽ അത് ആലപിക്കുകയും ചെയ്യും ഇതിനുശേഷം എന്നറിയിക്കുക. അപ്പൊ ആദ്യം പൊന്മള ഉസ്താദ് പൊന്മള മൗലവി അവർ എത്തിയിട്ടുണ്ട്. ആദ്യം പൊന്മള മൗലവിക്ക് മൈക്ക് കൊടുക്കണോ അതോ നമ്മൾ അമീറിന് മൈക്ക് കൊടുക്കണോ? അമീർ എന്ന് പറഞ്ഞാൽ നമ്മളെ അമീറല്ല, KMIC അമീർ നസറുദ്ദീൻ ഉസ്താദിന്. തോട്ടക്കാട് കാണില്ലേ? തോട്ടക്കാട് കേൾക്കുന്നില്ലേ? അതൊന്ന് അതൊന്ന് കാണിച്ചു കൊടുത്താണ്. ഇപ്പൊ അവിടെ മൈക്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അതേ അമീർ നമ്മുടെ ക്ലാസ് റൂമിൽ ഇൻഷാ അല്ലാഹ് ഈ നിമിഷങ്ങൾക്കകത്തിന് വരും. പക്ഷെ അതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട അമീർ സാഹിബ് നമ്മൾ അബ്ദുള്ള തോട്ടക്കാടിന്റെ വീഡിയോ ഒന്ന് കാണും ഇൻഷാ അല്ലാഹ്. ആ വീഡിയോയിൽ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് KMIC അൻവരി അവിടെ എഴുതിയിട്ടുണ്ട് KMIC അമീർ അല്ലേ നസറുദ്ദീൻ അസ്വരി ഉസ്താദ് ഓൺ മൈക്ക് ഇൻഷാ അല്ലാഹ്. ഞാൻ ഈ വടുതലപ്പെല്ലാണ് കരുതിയിരുന്നത്. ഇപ്പോഴുണ്ട് എന്നതുകൊണ്ട് നമുക്ക് സമാധാനമായി. കാരണം ഇന്നത്തെ പുതിയ നസറുദ്ദീൻ അൻവരി ഉസ്താദ് അവിടെയാണോ ഇവിടെയാണോ അല്ലേ? അവിടെയാണോ ഇവിടെയാണോ എന്നിപ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞുതരാം. അന്ന് പറഞ്ഞതൊന്നും ഇന്ന് പറയാനുള്ള ധൈര്യം ബഹുമാനപ്പെട്ട നസറുദ്ദീൻ അൻവരി ഉസ്താദിനുണ്ടോ? അൻവരി ഉസ്താദിനൊന്ന് ആരെങ്കിലും ഒരാളൊന്ന് PM അടിച്ചിട്ടൊന്ന് വരാൻ പറ്റും. നമ്മളെ അൻവരി നസറുദ്ദീൻ അൻവരി ഉസ്താദിന് ആരെങ്കിലും ഒന്ന് വെറുതെരക്കോ ആരെങ്കിലും ഒരു PM അടിച്ച് അദ്ദേഹത്തോടൊന്ന് ക്ലാസ് റൂമിൽ വളരെ അർജന്റായിട്ടൊന്ന് എത്താൻ പറയും. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിനാണ് നമ്മൾ മൈക്ക് ആദ്യമായിട്ട് കൊടുക്കുന്നത്. ആ പാടിയ പാട്ടൊക്കെ അല്ലെ, അന്ന് പാടിയ പാട്ട് ഇന്നൊന്ന് പാടാൻ ധൈര്യമുണ്ടോ? അതാണ് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ. വടുതയുടെ ഇരട്ട മുഖങ്ങൾ ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിൽ അനാവരണം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നാണാവും അല്ലെ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ 97% ആയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അദ്ദേഹം ഏകദേശമൊക്കെ റെഡിയായി. 97% അദ്ദേഹം റെഡിയായിട്ടുണ്ട്. ഒരു 2-3% കൂടി ഇൻഷാ അല്ലാഹ്, ഒരു 3 മിനിറ്റോടുകൂടി അദ്ദേഹം നമ്മളെ മൈക്കിൽ ഇപ്പോൾ വരും. അദ്ദേഹം വന്നാൽ ഉടൻ തന്നെ നമ്മുടെ പരിപാടി ആരംഭിക്കും. ആ സമയത്ത് പിന്നെ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല വടുതൽ ഉസ്താദിന്റെ പാട്ട് ഒന്നും കൂടി ഇടോ അങ്ങനെ എപ്പോഴും ഇട്ട് പാടിപ്പിച്ച് തരാൻ നമ്മളെ ക്ലാസ് റൂമിൽ പാടുന്നതുകൊണ്ടൊരു വിരോധമല്ല. പക്ഷെ അതെന്നെ ഒരു പണിയാക്കാനുള്ള ഒരു ഏർപ്പാട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കിപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. കാരണം ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് അവர்கள் അദ്ദേഹം വളരെ പ്രായാധിക്യത്താലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുത്തൻ ചിന്താഗതിയാലും ഒക്കെ അദ്ദേഹം വളരെ തളർന്നിരിക്കുകയാണ്. വിദഗ്ധ തൂങ്ങി അദ്ദേഹം ആകെ വിദഗ്ധ കയറി അദ്ദേഹം ആകെ ഒരു പ്രത്യേക അവസ്ഥയിലെത്തി നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പുതുപുത്തൻ വാദങ്ങൾ അല്ലെ, ഔലിയാക്കളൊക്കെ മാനുഫാക്ചറിംഗ് കമ്പനി ഓല സമസ്തയാണ്. ഔലിയാക്കളെ ഉണ്ടാക്കുക, ഔലിയാക്കളെ കേടെടുക്കുക, ഔലിയാക്കളെ ഇല്ലാതെയാക്കുക, ഓരോരുത്തർക്ക് പട്ടം കൊടുക്കുക, പട്ടം തിരിച്ചു വാങ്ങുക, മറ്റൊരു കുത്തിക്കൊടുക്കുക. ഈ ഏർപ്പാടുകളൊക്കെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവരുടെ ഏറ്റവും എക്സ്ക്ലൂസീവായ അവരുടെ മീറ്റിംഗിന്റെ ക്ലിപ്പ് ലീക്കായതാണ് ഇന്ന് നമ്മുടെ ക്ലാസ് റൂമിലൂടെ നമ്മൾ കേൾപ്പിക്കാൻ പോകുന്നത്. പരസ്യമായി അവർക്ക് പറയാൻ ധൈര്യമില്ലാത്ത കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് മുമ്പിൽ അവർ അവതരിപ്പിച്ചത് ഒരു ചെറിയ ശബ്ദങ്ങളുണ്ടെങ്കിൽ പോലും അത് റെക്കോർഡ് ചെയ്തുകൊണ്ട് നമുക്ക് അയച്ചു തന്ന പ്രിയപ്പെട്ട അവരുടെ ഉള്ളിൽ നിന്ന് നമുക്കത് എത്തിച്ചു തന്ന പ്രിയപ്പെട്ട സുഹൃത്തിന് 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇനിയും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇപ്പൊ അവരുടെ എല്ലാ മുറികളിലും നമുക്ക് ആളുകളുണ്ട് എന്നത് സത്യമാണ്. അപ്പൊ ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഒരു മിനിറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കും. ഇൻഷാ അല്ലാഹ് ആൾക്കാരൊക്കെ കേൾക്കാൻ വരികയാണ്. തിരക്കുണ്ടാവില്ലേ അവിടെ ഇവിടെയൊക്കെ പാടായിട്ട്? സാരല്ല ഉസ്താദ്, കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അപ്പുറത്തും നിങ്ങൾ അപ്പുറത്ത് അമീറാണെന്നറിയും, ഇപ്പുറത്ത് നിങ്ങളെ ഒരു അബ്ദുള്ള ഇപ്പോൾ കുഴപ്പമില്ല. നിങ്ങളൊരു സെക്കൻഡ് നിൽക്കും. അവിടുത്തെ മാറി ഇവിടെ നിങ്ങൾ ചാടുമ്പത്തിന് മൈക്ക് തരാൻ ഞങ്ങളെ അമീറൊന്നല്ലല്ലോ നിങ്ങൾ. പക്ഷേ ഞങ്ങളെ ഏറ്റവും വലിയ അമീറും മുഅ്മിനീനെ കുറിച്ചാണ് നിങ്ങളിപ്പോ പാടാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കിപ്പോ ഞങ്ങൾ മൈക്ക് തരുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എക്കോ കൂടുതൽ ഇരിക്കോ ഇപ്പോഴോ എക്കോ ഇല്ലാത്തൊരു ശബ്ദമാണ് നമ്മൾ. പറച്ചോനെ നൂറുദ്ദീൻ തങ്ങളും ഇന്ന് ക്ലിപ്പ് കൊണ്ടല്ലാണ്. നൂറുദ്ദീൻ തങ്ങളിൽ ഇൻഷാ അല്ലാഹ് നസറുദ്ദീൻ അൻവരി ഉസ്താദ് അവിടുത്തെ നസറുദ്ദീൻ അൻവരി ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അത് കാണിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അബ്ദുള്ള തോട്ടക്കാട് ഉസ്താദ് നിങ്ങളത് വീഡിയോയിൽ തന്നെ ഇടണം കേട്ടോ. അബ്ദുള്ള തോട്ടക്കാട് ഉസ്താദ് നിങ്ങൾക്ക് അയച്ചത് നിങ്ങൾ വീഡിയോ ആയിട്ട് കാണിപ്പിക്കാനാണ്. അതില്ലേ? എന്നാ മതി.
എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോ വീഡിയോ അടക്കം അത് ഒന്ന് ഓൺ ചെയ്ത് വെച്ചോളൂ. ബഹുമാനപ്പെട്ട നസ്രുദ്ദീൻ അൻവരി ഉസ്താദ് വടുതല അവറുകളാണ് നമ്മെ ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്നത്. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് അവറുകൾ അദ്ദേഹത്തിന്റെ ഈ പ്രത്യേക അവസ്ഥയിൽ വിദഗ്ധം കൊണ്ടും അതുപോലെ തന്നെ പുതുപുത്തൻ വാദങ്ങൾ കൊണ്ടും വഹാബീസം കൊണ്ടും വിദഈ വാദങ്ങളെ കൊണ്ടൊക്കെ അവരൊക്കെ പറയുന്ന വാദങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ തലങ്ങും വിലങ്ങും അദ്ദേഹത്തിന് വേദനയും അതുപോലെ തന്നെ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തെ ഇനിയും കൂടുതൽ ക്ഷീണിപ്പിക്കാൻ നമുക്ക് പറ്റൂല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പല ഔലിയാക്കളെയും ഉണ്ടാക്കണം. പല ഔലിയാക്കളെയും പലരെയും ഔലിയാക്കളാക്കുകയും പല ഔലിയാക്കളെയും വിലായത്തെടുത്ത് കളയലൊക്കെ ഓരോ പരിപാടിയാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ക്ലിപ്പെടുത്ത് തന്നെ നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് തന്നെ നമുക്ക് പറയിപ്പിക്കാം. നൂറ് പുസ്തകങ്ങൾ തങ്ങൾ പാപങ്ങൾ കളയണ്ട, അയാള് കാണിക്കേ, അത് അയാളെ സംഭവം കാണിക്കണ്ടേ, അത് ഒഴിവാക്കണ്ട. അബ്ദുള്ള തോട്ടക്കാട് പറയും കാണിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നാൽ ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഒന്ന് മൈക്കിലേക്ക് ക്ഷണിച്ച് ആ പരിപാടി ഒന്ന് ഉദ്ഘാടനം ചെയ്ത ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് അത് ഒന്ന് പുനരാവിഷ്കരണം ചെയ്യാം എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹുമാനപ്പെട്ട ഉസ്താദ് KMIC അമീർ അല്ലേ, താങ്കളെ എല്ലാ മലബാർ കലോത്സവത്തിന്റെ ഓർമ്മകളും അയവിറക്കിക്കൊണ്ട് എല്ലാവിധ കലോത്സവ ആദരവുകളും നിങ്ങൾക്ക് നൽകിക്കൊണ്ട് അങ്ങയെ എല്ലാ ബഹുമാനാദരവോടുകൂടി ഞങ്ങളെ മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങ് വന്ന് അന്ന് പാടിയ പാട്ട് അതൊന്നുകൂടി പാടണം. അന്ന് താങ്കൾ പറഞ്ഞിരുന്നത് ഒന്നുകൂടി ഒന്നിവിടെ പറയണം. അതൊക്കെ എത്ര ആളാണെന്ന് 70 ആളുള്ളൂ KMICയിലെ. അന്നാ പാടിക്കണത് 70 ആളെ വെച്ച് മുപ്പര് പാടിയ പാട്ടാ. ആ പാട്ടൊക്കെ ഒരു പാട്ടാണ്, അതാണ് പാട്ട്. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 70 ആളുകൾ വെച്ച് ബഹുമാനപ്പെട്ട വടുതല ഉസ്താദ് അവറുകള് എന്നോ പാടിയത്, എങ്ങനെയോ റെക്കോർഡ് ചെയ്തത്, എപ്പോഴോ നമ്മളെ കയ്യിൽ വന്നത്. ഇൻഷാ അല്ലാഹ് അപ്പം നിങ്ങൾക്ക് കേൾക്കാനുള്ള ഒരു അവസരം. ബഹുമാനപ്പെട്ട വടുതല അൻവരി ഉസ്താദ് എന്നോ പാടിയത്, എന്തിനോ പാടിയത് അല്ലേ. ഇന്ന് അതിനൊക്കെ ശേഷം നമ്മുടെ പ്രധാന പരിപാടി എക്സ്ക്ലൂസീവ് ക്ലിപ്പ് ബഹുമാനപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട പൊന്മള മൗലവി ഉസ്താദ് അവറുകളുടേത് തന്നെയാണ്. അത് വേറെയാണ്, ഇത് വേറെയാണ്. അത് ഇതും തമ്മിൽ കൂട്ടിക്കലർത്തേണ്ട, രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ മാറ്റിത്തരാം ഇൻഷാ അല്ലാഹ്. അന്ന് അൻവരി ഉസ്താദാണ്, ഇനി അൻവരി മൗലവിയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ വേറെ കാണിക്കാം. അന്നത്തെ അൻവരി ഉസ്താദ് പാടി. നമുക്ക് നല്ലത് ചെയ്താല് എക്കോ കുറയ്ക്കുന്ന പറയണേ. എന്തെക്കോണ് എനിക്കൊക്കെ എക്കോ എന്ന് പറഞ്ഞാല് എവിടെ സംഭവം കുറക്കുക? എനിക്ക് എക്കോ നോക്കട്ടെ. എന്തൊക്കെ സംഭവം? അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ അല്ലേ. ഇപ്പോഴോ ഓക്കെ? ഇപ്പൊ കമ്മിയായോ? ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ അല്ലല്ലോ. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്താ ബഹുമാനപ്പെട്ട 200 ആളായ നമ്മളെ ഇടണമെന്ന് പറഞ്ഞാണ് ബഹുമാനപ്പെട്ട അന്നത്തെ വടുതല നസ്രുദ്ദീൻ അൻവരി ഉസ്താദ് അവറുകളെ മൈക്കിലേക്ക് സഹർഷം സവിനയം സാദരം ക്ഷണിച്ചുകൊള്ളുകയാണ്. നൂറുദ്ദീൻ തങ്ങൾ പാപ്പ കേൾക്കുണ്ടോ? നിങ്ങൾ ആ സ്ഥാനമാനങ്ങളെ ക്ലിപ്പ് തങ്ങന്മാരനെ നല്ലത്, അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങളെ ക്ലിപ്പ് നിങ്ങൾ അവിടെ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കും കേട്ടോ. ഇപ്പത്തെ അദ്ദേഹത്തിന്റെ ആ സ്ഥാനത്തിന്റെ ക്ലിപ്പ് ഒന്ന് കാണിക്കും ഉസ്താദ്. നൂറുദ്ദീൻ തങ്ങൾ കേൾക്കുന്നുണ്ടോ? ഓക്കെ ഇൻഷാ അല്ലാഹ് അത് നൂറുദ്ദീൻ തങ്ങൾ കാണിക്കും. ബഹുമാനപ്പെട്ട വടുതല ഉസ്താദ് ബഹുമാനപ്പെട്ട അബ്ദുള്ള തോട്ടക്കാട് ഉസ്താദിന്റെ മൈക്കിൽ നമ്മെ അഭിസംബോധന ചെയ്യും. ആ പാട്ട് ഇൻഷാ അല്ലാഹ് ഇത് കേട്ട് പഠിച്ച് ബഹുമാനപ്പെട്ട ഗഫൂർ അരിമ്പ്ര നമുക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നമുക്ക് വേണ്ടി അത് നല്ല ഈണത്തിലൊന്ന് പാടിത്തരുകയും ചെയ്യും എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് നിർത്തി. അതിനുശേഷം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊന്മളയുടെ ഉള്ളറ രഹസ്യങ്ങൾ ആരൊക്കെ അവരെ ഔലിയാക്കളാക്കി, എന്തിന്റെ പേരിലൊക്കെ യഥാർത്ഥ ഔലിയാക്കൾ അവർ തള്ളിക്കളഞ്ഞു തുടങ്ങിയ ക്ലിപ്പുകളൊക്കെ ഇൻഷാ അല്ലാഹ് പൊന്മള തന്നെ നേരിട്ട് നമ്മെ അഭിസംബോധന ചെയ്യും. ഈ നൂറുദ്ദീൻ തങ്ങളെ ക്ലിപ്പ് ഒന്നും കൂടി കണ്ടോളി. നൂറുദ്ദീൻ തങ്ങളെ വീഡിയോ പിന്നെയും അതുപോലെ തന്നെ അബ്ദുള്ള തോട്ടക്കാട് വീഡിയോ ഒരുമിച്ച് കാണാൻ സൗകര്യമുള്ളവർ അത് കാണുക, അല്ലെങ്കിൽ ഓരോന്നും മാറി മറിഞ്ഞും കാണുക. ആദ്യം നൂറുദ്ദീൻ തങ്ങളുടെ ഒന്ന് കണ്ടോളി ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട നസ്രുദ്ദീൻ ഉസ്താദാണ് ഇപ്പോ നമ്മുടെ മൈക്കിലേക്ക് വരുന്നത്. ആ ഉസ്താദ് അവറുകളെ എല്ലാവിധ
തന്നെ അദ്ദേഹത്തിന് നേരിട്ട് തന്നെ നമ്മുടെ ക്ലാസ് റൂമിൽ അദ്ദേഹത്തിനുള്ള അവസരങ്ങളുണ്ട്. അദ്ദേഹം റൈസ് ഹാൻഡ് ചെയ്തു വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അള്ളാഹ് തോട്ടക്കാട് ഉസ്താദ് നിങ്ങൾ മൈക്ക് റൈസ് ഹാൻഡ് പിന്നെ നിങ്ങളുടെ റൈസ് ഹാൻഡ് നിങ്ങൾ ഒഴിവാക്കി അദ്ദേഹത്തിന് തന്നെ നേരിട്ട് മൈക്ക് കൊടുക്കണം. അദ്ദേഹം തന്നെ നേരിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാവും. അതായിരിക്കും നമുക്ക് കൂടുതൽ നല്ലത് എന്നുകൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഉണർത്തി ബഹുമാനപ്പെട്ടവരെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. ളെ താഴോട്ട് നോക്കത് വ്യക്തമാ, കൊട്ടുവായി നബിക്കില്ലാത്തതാണതിലൊന്ന്, ഇരിക്കാത്തതാണേ ഈച്ച ജസദിൽ വന്ന്. മുൻഭാഗം പോല കാഴ്ചയിൽ നബി പിന്നിലും, അതുപോലെ സ്ഖലനവും ഇല്ലുറക്കിലൊരിക്കലും. ഏതൊരു സദസ്സിൽ നബിയിരുന്നാൽ പിന്നെ ചുവരിലെല്ലാം ഉയരുമെന്നാ പൊന്നെ. ഭൂമിക്കു മുകളിൽ കാണലില്ല മൂത്രവും, അതുപോലെ ഭൂമി വിഴുങ്ങുമെന്ന കാഷ്ടവും. കണ്ണിനുറക്കം ഉണ്ട് എന്നാൽ തന്നെയും കൽബിനുറക്കം ഇല്ല എന്നാ തീരയും. കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നുണ്ട്, നിഴലില്ല ഷംസിൽ എന്നതും നബിക്കുണ്ട്. എന്നാ തീരയും. കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നുണ്ട്, നിഴലില്ല ഷംസിൽ എന്നതും നബിക്കുണ്ട്. പ്രസവിച്ച ഹാലിൽ തന്നെ നബി മഹ്തൂന, ഇവ പാടമിട്ടവനെപ്പോഴും മഅ്മൂന. കള്ളന്റെ ഫിത്നയിൽ ഇന്ന് ഒഴിയും എന്ന, കൂടാതെ തീഭയവും അവനില്ലെന്ന. ഇത് എഴുതി വീട്ടിൽ വെച്ചിരുന്നാലും ഇത് ഫലമുണ്ട് എന്നാടേ സുഹൃത്തേ വന്നതേ. മറാത്തിയായിൽ നോക്ക് 3 വന്നതാ, ജവാഹിറുൽ അശാരിലും പറയുന്നതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 10 പ്രത്യേകതകളാണ് ഈ വരികളിലൂടെ നമുക്ക് മഹാനവറുകൾ പറഞ്ഞു തന്നത്. പലപ്പോഴും പല പ്രഭാഷണങ്ങളിലും നാം കേട്ടിട്ടുള്ളതാണെങ്കിലും നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മളത് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രശ്നം എവിടെയല്ല, നമ്മളെ പേരോട് ഉസ്താദ് ഇതൊക്കെ തെറ്റിച്ചു പറയുന്നുണ്ട്. പേരോട് ഉസ്താദ് പറയുന്നത് എന്താണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജസദിനുള്ളൂ, പിന്നെ വസ്ത്രങ്ങൾക്കാണ് നേലില്ലാത്തത്, അല്ലാതെ വസ്ത്രത്തിലാണ് ഈച്ചപ്രാണികൾ ഇരിക്കാത്തത്, അല്ലാതെ ശരീരത്തിൽ ഇരിക്കുകയില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മൂപ്പര് പറയണേ, ആ ക്ലിപ്പുകൾ കേട്ടുകൊണ്ടു. ആ ക്ലിപ്പുകൾ കേട്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വസ്ത്രത്തിന് മാത്രമാണ് ഈച്ചപ്രാണികൾ ഇരിക്കാത്തത്. ഇവിടെ ജസദിലാണ് ഇരിക്കുക. ജസദ് എന്ന് പറഞ്ഞെന്താ? അന്വരിസ്താദെ, ജസദ് എന്ന് പറഞ്ഞെന്താ? ആ കേട്ടിട്ടോ? കേട്ടോലൊന്നിടിയും ആ സാധനം ആരെങ്കിലും കയ്യിലുണ്ടോ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ജസദിൽ ഇരിക്കൂല എന്ന് പറഞ്ഞതും നേലുണ്ടാവും എന്ന് പറഞ്ഞ ക്ലിപ്പുകൾ ആരെ കയ്യിലൊക്കെ ഉള്ളത്? നിങ്ങൾ ആരെങ്കിലും കയ്യിലുണ്ടോ? ഇൻഷാ അല്ലാഹ് ബാക്കി അല്ലെങ്കിൽ അൻവരി ഉസ്താദ് തന്നെ പറയും. ഈ 2 വീഡിയോ ആരെ കയ്യിലുള്ളത്? ഇതാരെ കയ്യിലുള്ളത്? അല്ലെങ്കിൽ ഞാൻ തന്നെ ഇൻഷാ അല്ലാഹ് നോക്കി ഇടേണ്ടി വരും. ആരെങ്കിലും കയ്യിലുണ്ടോ? എന്നാ ഇൻഷാ അല്ലാഹ് നമ്മൾ തന്നെ അത് നോക്കിയിട്ട് തരാം. ഇവിടെ എവിടെയാണ്? അതിലൊരു സിഫത്തിനെ കുറിച്ച് പേരോട് പറയുന്നു.
ആ നൂറുദ്ദീൻ തങ്ങൾ അദ്ദേഹത്തിന്റെ ആ പുതിയ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അതും ഉണ്ണം കേട്ടില്ലേ ഇൻഷാ അല്ലാഹ്. ആ പിന്നെ മറ്റെന്ത് പറയുന്നത്, ഈച്ചപ്രാണികൾ ഇരിക്കും എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴൽ കണ്ടു എന്ന് നേരത്തെ ഞാൻ മുസ്നദിൽ ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എതിരാവുകയില്ലേ എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ ഉണ്ടാകാറില്ല എന്ന് പറയുന്നതും ഇവിടെ നിഴൽ കണ്ടു എന്ന് പറയുന്നതും തമ്മിൽ എതിരില്ല. എന്തുകൊണ്ട്? നിഴലുണ്ടാകാറില്ല എന്ന് പറഞ്ഞത് ഒരു സമയത്തും ഒരിക്കലും ഒരു നിലക്കും നിഴലില്ല എന്നല്ല. നിഴൽ അതെങ്ങനെയാണ്? നബിക്ക് ഒരിക്കലും ഒരു സമയത്ത് ഇല്ല എന്നാണ് സല്ലാഫി. എവിടുന്നാ നീ കിതാബ് ഓതി പഠിച്ചത്? കൊണ്ട സുന്നീസ ക്ലിപ്പിന് നൂറുദ്ദീൻ ഞങ്ങൾ തന്നെ വരണം. നിങ്ങൾ ക്ലിപ്പ് തന്നിട്ട് എന്താ കാരണം? നിങ്ങൾ ഇങ്ങനെ വഴറിഞ്ഞോളൂ ഇരുന്ന് കണ്ട് അത് നടക്കുള്ളൂ നിങ്ങൾക്ക്. ഓക്കെ വരും, മൈക്കിൽ വരും. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെ അൻവരി ഉസ്താദ് അസ്ഹരി ഉസ്താദ് അവിടെ തന്നെ നിൽക്കുകയാണ്. അൻവരി ഉസ്താദ് അല്ലേ? അൻവരി ഉസ്താദ് അവിടെ തന്നെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് കുറച്ചുകൂടി പരിപാടികളുണ്ട്. അദ്ദേഹത്തിന് കുറച്ച് വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഓരോന്നും അദ്ദേഹം തന്നെ വിശദീകരിക്കാൻ പോവുകയാണ്. അതിന്റെ മുമ്പ് നമ്മളെ മറ്റേ ചങ്ങായി പറഞ്ഞ ക്ലിപ്പ് എവിടെയെന്നപ്പോ ഞാൻ നോക്കുന്നത്. ആര്? നമ്മളെ പേരോട് ഉസ്താദ് പറഞ്ഞൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നോക്കട്ടെ, ഇൻഷാ അല്ലാഹ്. ഇപ്പൊ തന്നെ അത് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് അദ്ദേഹം ആ പറയുന്ന ഒരു പുതിയ ക്ലിപ്പുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടും കുറച്ച് കഴിഞ്ഞാൽ കിട്ടും ഇൻഷാ അല്ലാഹ്. അതിന് മുമ്പ് നമുക്ക് പിന്നെ അദ്ദേഹം ഒന്നുകൂടി ഒന്ന് പാടി പറയട്ടെ അല്ലേ? ബഹുമാനപ്പെട്ട ഉസ്താദ് ഒന്നുകൂടി നേലുണ്ട്. ആരാ നേലുണ്ട് പറയണത്? പൊന്മള. നേലുണ്ടാവും, കാരണം ഒരു പ്രത്യേകതയില്ലല്ലോ എന്ന് പൊന്മള. നേലുണ്ട് ആര് പറയണു? നമ്മളെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറയുന്നു. എന്നാ നേലന്നല്ല ആരാ പറയണത്? KMYC അമീർ പറയുന്നു. ഒന്നുകൂടി KMYC അമീർ ഒന്നുകൂടി അത് ആദ്യം ഒന്ന് പാടട്ടെ, എന്നിട്ട് ഇൻഷാ അല്ലാഹ് അദ്ദേഹം പറയട്ടെ. മുൻഭാഗം പോല കാഴ്ചയിൽ നബി പിന്നിലും, അതുപോലെ സ്ഖലനവും ഇല്ലുറക്കിലൊരിക്കലും. ഏതൊരു സദസ്സിൽ നബിയിരുന്നാൽ പിന്നെ ചുവരിലെല്ലാം ഉയരുമെന്ന പൊന്നെ. ഭൂമിക്കു മുകളിൽ കാണലില്ല മൂത്രവും, അതുപോലെ ഭൂമി വിഴുങ്ങുമെന്ന കാഷ്ടവും. കണ്ണിനുറക്കം ഉണ്ട് എന്നാൽ തന്നെയും കൽബിനുറക്കം ഇല്ല എന്നാ തീരയും. കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നുണ്ട്, നിഴലില്ല ഷംസിൽ എന്നതും നബിക്കുണ്ട്. പ്രസവിച്ച ഹാലിൽ തന്നെ നബി മഖ്തൂന, ഇവ പാഠമിട്ടവനെപ്പോഴും മഅ്മൂന. കള്ളന്റെ ഫിത്നയിൽ ഇന്ന് ഒഴിയും എന്ന, കൂടാതെ തീഭയവും അവനില്ലെന്ന. ഇത് എഴുതി വീട്ടിൽ വെച്ചിരുന്നാലും ഇത് ഫലമുണ്ട് എന്നാടേ സുഹൃത്തേ വന്നതേ. മറാത്തിയായിൽ നോക്ക് 3 വന്നതാ, ജവാഹിറുൽ അഷ്ആരിലും പറയുന്നതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 10 പ്രത്യേകതകളാണ് ഈ വരികളിലൂടെ നമുക്ക് മഹാനവറുകൾ പറഞ്ഞു തന്നത്. പലപ്പോഴും പല പ്രഭാഷണങ്ങളിലും നാം കേട്ടിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിക്കാൻ വളരെ നല്ലതാണ്. ഈ കാര്യങ്ങൾ ഒരാള് ഹിഫ്ളാക്കി വെച്ചു കഴിഞ്ഞാൽ അവൻ എല്ലാവിധത്തിലുള്ള ഫിത്നയിൽ നിന്നും നിർഭയനാകുമെന്നും, അതോടൊപ്പം കള്ളന്റെ ഷർറ്, തീകത്തൽ തുടങ്ങിയ എല്ലാവിധത്തിലുള്ള ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് അവൻ നിർഭയനാണ് എന്ന് ജവാഹിറുൽ അഷ്ആർ പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഉള്ളതായി മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്.
എന്തൊക്കെ പറഞ്ഞത്? ഇതൊരാൾ കാണാതെ പഠിച്ചാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഈ പ്രത്യേകതകൾ ഒരാൾ കാണാതെ പഠിച്ചാല് കള്ളന്റെ ഷെറിന്ന് ഒഴിവാകും. പിന്നെ ഒരിക്കലും എപി ഗ്രൂപ്പിൽ കൂടൂല. നമ്മൾ അതന്നെയല്ലേ ആ ഗ്രൂപ്പിൽ കൂടാത്തതല്ലേ? നമ്മളിപ്പോ എന്താ ഗ്രൂപ്പിൽ കൂടാത്തത്? കാരണം ആ ഷെറിന് നമ്മൾ ഒഴിവായി. കാരണം ഇത് നമുക്ക് കാണാതെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരത്തിൽ ഈച്ചപ്രാണികൾ ഇരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുശരീരത്തിന്റെ ഭാഗങ്ങൾ കത്തൂല. റസൂലുള്ളാഹി തങ്ങൾക്ക് സ്വപ്നസ്കലനല്ല, അവിടുന്ന് കോട്ടുവായിടൂല. ഇതൊക്കെ നമുക്ക് കാണാതെ അറിയുന്നോണ്ട് നമ്മൾ ആ കള്ളന്റെ ഷെറിൽപ്പെട്ടിട്ടില്ല. പിന്നെ തീ കത്തൂല. തീ എത്ര കത്തിച്ചാലും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു രോമം പോലും കഴിയുകയില്ല. അത് ഞങ്ങൾക്ക് കാണാതെ. അതുകൊണ്ട് നിങ്ങൾ എത്ര കത്തിച്ചാൽ നടന്നാലും കത്തൂല പൊന്മളെ, കത്തൂല പേരോടെ. ഇതൊക്കെ ഞങ്ങൾ കാണാതെ പഠിച്ചതുകൊണ്ടാണത്. ഇനി ഇൻഷാ അല്ലാഹ് വേറെന്തൊക്കെ പല ഗുണങ്ങളും നമുക്ക് കിട്ടും. ഇൻഷാ അല്ലാഹ് ഭാഗം നൂടി കൽപ്പിച്ചാണ്. ഇത് കാണാതെ പഠിച്ച റസൂലുള്ളാഹി തങ്ങൾക്ക് നേലന്നല്ല. ഇനി മൂപ്പര് ലാസ്റ്റ് പറയുന്നുണ്ട് റസൂലുള്ളാഹിക്ക് നേലന്നല്ല 10 എണ്ണം അങ്ങനെ കിടുകിടോനെ പറയുന്നുണ്ട്. മുത്തുമണി മാണിക്കക്കല്ല് നമ്മളെ AMIC ഉസ്താദിന്റെ പിന്നെ AMIC ക്ലാസ് റൂമിന്റെ അമീർ ബഹുമാനപ്പെട്ട നസറുദ്ദീൻ അൻവരി ഉസ്താദ് അവറുകൾ മണി പോലെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് ബാക്കി കേൾക്കാം. അതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ ആ 2-3 പ്രത്യേകത ഇതൊക്കെ ഞമ്മക്കുള്ള മെച്ചങ്ങളല്ലേ അല്ലേ? സമദ് ഫൈസി ഉസ്താദ് നിങ്ങളൊന്ന് ആലോചിക്കാൻ. ഇതൊക്കെ കാണാതെ പഠിഞ്ഞോണ്ടല്ലേ ഗഫൂർ അരിമ്പറിനോട് പറഞ്ഞു കാണാതെ പഠിച്ച് പാടിയും കുട്ടിയെ കൂലി കുറെ കിട്ടുക. നിങ്ങൾ കരുതുന്ന മാതിരിയൊന്നുമല്ല. പിന്നെ നിങ്ങളൊരു കള്ളന്റെ സെറിലും പെടൂല. ഇത് നമ്മളെ ആളുകളെ ചെറുപ്പം മുതലേ നമ്മളെ വീട്ടിലൊക്കെ കെട്ടിത്തൂക്കുകയും അതുപോലെ തന്നെ നമ്മളെ ആളുകളൊക്കെ ഇത് കുട്ടികളൊക്കെ കാണാതെ പഠിക്കുകയും ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഈ കള്ളന്മാരെ സെറിൽപ്പെടാത്തത്. ഇത് ആരാ പറയണത്? ഞാൻ ഇങ്ങനെ ആലോചിച്ചു, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ, ഇത് അന്ന് വീഡിയോ തന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ വെറും ഓഡിയോ ആണെങ്കിൽ ഇത് നസറുദ്ദീൻ അൻവരി ഉസ്താദ് അല്ല. ഇപ്പൊ വീഡിയോ ഇപ്പൊ നമ്മൾ സ്ക്രീൻഷോട്ട് അബ്ദുള്ളത്തോട്ടക്കാരനോട് പറഞ്ഞു പടച്ചോ നമ്മളെ കൂടെ ഇതിന്റെ തെളിവാണത്. അമീർ സാഹിബ് ആകെ അന്തം വിട്ടുക. ഞാൻ പറഞ്ഞു വേഗം പോയി ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇപ്പൊ മൂപ്പരെഴുതിയുള്ളൂ അമീർ നസറുദ്ദീൻ അൻവരീൻ. അപ്പൊ ആലോചിച്ചോക്കാൻ നിങ്ങൾ. അല്ലെങ്കിൽ ഒരു ഇഞ്ഞ് മേലിൽ അത് എഴുതൂലായിരുന്നു. എഴുതി കുടുങ്ങിയതാണ്. ഇനി ചിലപ്പോ തുടരും. കാരണം എഴുതി കുടുങ്ങിയാലോ. ഈ പഹ എങ്ങനെയൊക്കെ പാടുന്നു അവർ അമീർ. അതെ എന്താണല്ല നമ്മളെ പിന്നെ ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങളത് കാണിച്ചോട്ടാ. നൂറുദ്ദീൻ തങ്ങള് അവർ അമീർ അല്ലെ, അവർ അമീർ നസറുദ്ദീൻ അൻവരി. ഇപ്പൊ അവിടെ KMIC സംസാരിക്കും പോലെ ഇട്ടതാ. അപ്പൊ തന്നെ ചൂടപ്പം പോലെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഇവിടെ കൊണ്ടുവന്നു അല്ലെ. അല്ലെങ്കിൽ ഇതൊക്കെ എന്തുണ്ടാവും? അല്ലെങ്കിൽ ഇതൊക്കെ ഇവര് മെല്ലെ നമ്മളെയൊക്കെ മെല്ലെ അതൊക്കെ ഒഴിവാക്കി പിന്നെ അൻവരി ഉസ്താദ് മൈക്കിലും വരൂല അല്ലെ. പിന്നെ അദ്ദേഹത്തെ നമ്മൾ കാണുന്നല്ല. അൻവരിനെ പിന്നെ നമ്മൾ അവിടെ എവിടെയും കാണുന്നല്ല. അദ്ദേഹത്തെ കണ്ടതുകൊണ്ടല്ലേ നമുക്കിപ്പോ ഇതൊക്കെ കിട്ടിയത് അല്ലേ? ഇൻഷാ അല്ലാഹ് ഇനി അദ്ദേഹം ബാക്കിയുള്ള ഭാഗം ഒന്നും കൂടി പറഞ്ഞോട്ടെ. നമ്മൾ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട. ഉസ്താദല്ലേ. മറാഖിയായിൽ നോക്ക് 3 വന്നതാ, ജവാഹിറുൽ അശാരിലും പറയുന്നതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 10 പ്രത്യേകതകളാണ് ഈ വരികളിലൂടെ നമുക്ക് മഹാനവറുകൾ പറഞ്ഞു തന്നത്. പലപ്പോഴും പല പ്രഭാഷണങ്ങളിലും നാം കേട്ടിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിക്കാൻ വളരെ നല്ലതാണ്. ഈ കാര്യങ്ങൾ ഒരാള് ഹിഫ്ളാക്കി വെച്ചു കഴിഞ്ഞാൽ അവൻ എല്ലാവിധത്തിലുള്ള ഫിത്നയിൽ നിന്നും നിർഭയനാകുമെന്നും അതോടൊപ്പം കള്ളന്റെ ഷർറ്, തീകത്തൽ തുടങ്ങിയ എല്ലാവിധത്തിലുള്ള ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് അവൻ നിർഭയനാണ് എന്ന് ജവാഹിറുൽ അഷാർ പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഉള്ളതായി മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? 1 കോട്ടുവായി നബിക്കില്ലാത്തതാണ് അതിലൊന്ന്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ഒരു ഷർറാണ് ഈ കോട്ടുവായ എന്നുള്ളത്. ഒരാൾ കോട്ടുവായിട്ടാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണമെന്നാ. കാരണം അത് പിശാചിൽ നിന്നാണ് കോട്ടുവ. ഇതിനെക്കുറിച്ചിട്ടൊന്നും പേരോടും പൊന്മലും ഒന്നും ഉണ്ടൂല. കാരണം എന്താണോ, ഇപ്പൊ ഏതായാലും ഇടുന്നത് കാണൂലല്ലോ അല്ലെ. ഇപ്പൊ ഏതായാലും കോട്ടുവായ ഇടൂലെന്ന് പിന്നെ കോട്ടുവായ ഇടുന്ന് പറഞ്ഞിട്ട് അവർക്ക് തർക്കിക്കാൻ പറ്റൂലല്ലോ. അല്ലെങ്കിൽ ഇപ്പോഴും തർക്കിച്ചിരുന്നു. അപ്പൊ ഏതായാലും അതൊന്നും അതിനെക്കുറിച്ച് ഇപ്പൊ ഏതായാലും അവരൊന്നും ഉണ്ടൂല. ഇപ്പോ ഒരു കുറെ പഴയ കാര്യങ്ങൾ. അന്ന് കോട്ടുവായ ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് ഉണ്ടാവൂല എന്നാ
കോട്ടുവായ ഇല്ല എന്ന് അൻവരി ഉസ്താദ് അന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് 70 ആളുകളെ സാക്ഷി നിർത്തി മലബാർ കലോത്സവ റൂമിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉണ്ട് എന്ന് പറയുന്നതും ഇല്ല എന്ന് പറഞ്ഞതും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. ഇല്ല എന്ന് പറയുന്നത് ഒരിക്കലും ഇല്ല എന്നല്ല, ഉണ്ട് എന്ന് പറഞ്ഞത് എല്ലാ സമയവും ഉണ്ട് എന്നല്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി? ഇതാണ് മൂപ്പര വിശദീകരണം. ഉണ്ട് എന്ന് പറയുന്നത് എല്ലാ സമയവും ഉണ്ട് എന്നല്ല, ഇല്ല എന്ന് പറയുന്നത് എല്ലാ സമയവും ഇല്ല എന്നല്ല. പിന്നെ ഇടക്കിടക്കുണ്ടാവും. ഞമ്മക്ക് കോട്ടുവായ എന്നുണ്ടായതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ പ്രത്യേകതകൾ തന്നാൽ തീരെ കോട്ടുവായില്ല എന്നാണ്. അന്വേഷിച്ചാൽ നിങ്ങൾ ആ തലക്കതൊന്ന് പഠിക്കാണ്, ഞങ്ങളൊന്ന് പഠിക്കട്ടെ. ഇത് പഠിച്ചാല ഗുണങ്ങളൊന്ന് ആലോചിച്ചു കാണി. ഇതാരാണ്? ഇതിപ്പോ ഇനി സനതൊന്നും ആവശ്യമല്ലല്ലോ നിങ്ങൾക്ക്, അല്ലേ? ബഹുമാനപ്പെട്ട കേരള മലബാർ കലോത്സവ ക്ലാസ് റൂമിന്റെ മുഫ്തിയും അമീറായി നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ് റൂമിന്റെ ഹെഡിംഗ് ആയി അതിന്റെ ബാനറായി നിങ്ങൾ എഴുതി വെച്ചത് ചൂടപ്പം പോലെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് ഞങ്ങൾ വന്ന് ഇപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ കാണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അന്നത്തെ പ്രിയപ്പെട്ട നസറുദ്ദീൻ അൻവരി വടുതര ഉസ്താദ് അവറുകളാണ് ഇപ്പോ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ പറഞ്ഞത്. അതെന്താ ആദ്യം ഒന്ന് പാടി പറഞ്ഞതാണ്? ഗഫൂർ അനിബ്ര ഉസ്താദ് പഠിക്കണം കേട്ടോ, നിങ്ങൾക്ക് പഠിക്കാൻ വേഗം എഴുതി ളെ താഴോട്ട് നോക്കത് വ്യക്തമാ. കോട്ടുവായി നബിക്കില്ലാത്തതാണതിലൊന്ന്, ഇരിക്കാത്തതാണേ ഈച്ച ജസദിൽ വന്ന്. മുൻഭാഗം പോലാ കാഴ്ചയിൽ നബി പിന്നിലും, അതുപോലെ സ്ഖലനവും ഇല്ലുറക്കിലൊരിക്കലും. ഏതൊരു സദസ്സിൽ നബിയിരുന്നാൽ പിന്നെ ചുവരിലെല്ലാം ഉയരുമെന്നാ പൊന്നേ. ഭൂമിക്കു മുകളിൽ കാണലില്ല മൂത്രവും, അതുപോലെ ഭൂമി വിഴുങ്ങുമെന്ന കാഷ്ടവും. കണ്ണിനുറക്കം ഉണ്ട് എന്നാൽ തന്നെയും കൽബിനുറക്കം ഇല്ല എന്നാ തീരയും. കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നുണ്ട്, നിഴലില്ല ഷംസിൽ എന്നതും നബിക്കുണ്ട്. പ്രസവിച്ച ഹാലിൽ തന്നെ നബി മഖ്തൂന, ഇവ പാഠമിട്ടവനെപ്പോഴും മഅ്മൂന. കള്ളന്റെ ഫിത്നയിൽ ഇന്ന് ഒഴിയും എന്ന, കൂടാതെ തീഭയവും അവനില്ലെന്ന. ഇത് എഴുതി വീട്ടിൽ വെച്ചിരുന്നാലും ഇത് ഫലമുണ്ട് എന്നാടേ സുഹൃത്തേ വന്നതേ. മറാത്തിയായിൽ നോക്ക് 3 വന്നതാ, ജവാഹിറുൽ അഷ്ആരിലും പറയുന്നതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 10 പ്രത്യേകതകളാണ് ഈ വരികളിലൂടെ നമുക്ക് മഹാനവറുകൾ പറഞ്ഞു തന്നത്. പലപ്പോഴും പല പ്രഭാഷണങ്ങളിലും നാം കേട്ടിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിക്കാൻ വളരെ നല്ലതാണ്. ഈ കാര്യങ്ങൾ ഒരാള് ഹിഫ്ളാക്കി വെച്ചു കഴിഞ്ഞാൽ അവൻ എല്ലാവിധത്തിലുള്ള ഫിത്നയിൽ നിന്നും നിർഭയനാകുമെന്നും, അതോടൊപ്പം കള്ളന്റെ ഷർറ്, തീകത്തൽ തുടങ്ങിയ എല്ലാവിധത്തിലുള്ള ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് അവൻ നിർഭയനാണ് എന്ന് ജവാഹിറുൽ അഷ്ആർ പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഉള്ളതായി മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? ഒന്ന്, കോട്ടുവായി നബിക്കില്ലാത്തതാണ് അതിലൊന്ന്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ഒരു ഷർറാണ് ഈ കോട്ടുവായ എന്നുള്ളത്. ഒരാൾ കോട്ടുവായിട്ടാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണമെന്നാ. കാരണം അത് പിശാചിൽ നിന്നാണ് കോട്ടുവാ. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇരിക്കുമ്പോഴായിരിക്കും, പ്രത്യേകിച്ച് ഒന്ന് കുറച്ച് ഖുർആൻ ഓതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം വായിച്ച് അത് നിസ്കാരത്തിലും അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ് ഈ പഹയൻ വരുന്നത്. ചില ആളുകൾ എന്ന് പറഞ്ഞിങ്ങനെ വാവളിച്ചിടുന്നതാണ്. കോട്ടുവായി എന്നാൽ ഇടത്തെ കൈകൊണ്ട് വായ പൊത്തുകയും അതോടൊപ്പം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു എന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടലും പ്രത്യേകം സുന്നത്താണ്. അപ്പൊ ആ ഒരു സ്വഭാവം, ആ ഒരു ഷർറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല. മറ്റൊന്നത്, ഇരിക്കാത്തതാണ് ഈച്ച ജസദിൽ വന്ന്. നബിയുടെ ശരീരത്തിൽ, അവിടുത്തെ പവിത്രമായ പൂമേനിയിൽ ഈച്ച എന്ന് പറയുന്ന ആ സാധനം ഒരിക്കലും ഇരിക്കില്ല എന്നാണ്. കാരണം ഈച്ച ഇരിക്കുന്നത് നമുക്കൊക്കെ അറിയാലോ. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വലാ തകുൻ കദുബാബിൻ ബിൽ ജുറൂഹി വഖഅ ദൂന സിഹാഹി അലൽ അളാഇ മുസ്തലിമ. ഈച്ചയുടെ സ്വഭാവം എന്താ? നീ ഈച്ചയെ പോലെ ആകരുത് എന്നാ. കാരണം ഈച്ച
ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എത്ര നല്ല ഭാഗങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും മ്ലേച്ഛമായ അല്ലെങ്കിൽ അളിഞ്ഞ പൊട്ടിയിരിക്കുന്ന അഴുക്കുള്ള സ്ഥലത്തെ ഈച്ച ഇരിക്കുള്ളൂ. അത് ശരീരത്തിലെന്നല്ല, ഈച്ചയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രദേശത്ത് എന്നാൽ അങ്ങനത്തെ സ്ഥലമാണ് ഈച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ പഥ്യം. ഇത് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കാൻ കാരണം, അല്ലെങ്കിൽ ആ ഉപദേശം ഉപമ കൊണ്ടുവന്നത് മറ്റുള്ളവരുടെ ന്യൂനതകൾ നോക്കി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ്. ഒരിക്കലും ഫത്തിഷ് ഉയൂബക ഖബ്ല ഐബി ഗൈരിക മൻ ഖുല്ലി മിനൻ നാസി മിൻ ഐബിൻ ലഹു സലിമ എന്നാണ്. നീ മറ്റുള്ളവരുടെ ന്യൂനതകൾ അന്വേഷിച്ച് നടക്കണ്ട, അതിനു മുമ്പ് നിന്റെ സ്വന്തം ന്യൂനതകൾ നീ ഒന്ന് അന്വേഷിക്കുക. അങ്ങനെ നോക്കി നിന്നാൽ തന്നെ നമുക്ക് പിന്നെ മറ്റുള്ളതിനൊന്നും സമയം കിട്ടൂല. അപ്പൊ അവനവന്റെ ന്യൂനതകൾ തേടി നടക്കുക. ഈച്ചയെപ്പോലെ മറ്റുള്ളവരുടെ ഗുണഗണങ്ങൾ കാണാതെ ചെറിയ തെറ്റുകൾ ഇങ്ങനെ വലുതാക്കി പർവ്വതീകരിച്ച് നടക്കുന്ന സ്വഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇന്നിപ്പോ നടക്കുന്നതാണല്ലോ. വലിയ വലിയ മഹാന്മാരായ ആളുകൾ അവരുടെ സേവന രംഗത്ത് എത്രയോ വലിയ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. അതൊന്നും കാണാതെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ന്യൂനത കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുത്ത് ഇപ്പൊ അതാണ് പറയുന്നത്, ഉള്ളതുമല്ല ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിയുണ്ടാക്കി മറ്റുള്ളവരെ സമൂഹത്തിൽ താരടിക്കുക എന്നൊരു സ്വഭാവം ഇന്ന് വല്ലാതെ പടർന്നു പിടിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ ഷർറുകളിൽ നിന്നൊക്കെ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ആ ഈച്ച എന്ന് പറയുന്ന സാധനം അത് മലിനമായ സ്ഥലത്തിരിക്കുന്ന സാധനമാണ്. ഒരിക്കലും അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ ഈച്ച ഇരിക്കൂല. അതുപോലെ മുൻഭാഗം പോലെ ആ കാഴ്ചയിൽ നബി പിന്നിലും. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹീഹായ ഹദീസിലൊക്കെ വന്നാണ്. നബി തങ്ങൾ അവിടുന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളെ കാണാൻ കഴിയൂ, പക്ഷെ അള്ളാഹുവിന്റെ ഹബീബ് പിന്നിലുള്ളതും കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞതല്ലേ, നിങ്ങളുടെ നിസ്കാരത്തിന് ഹബീബായ നബിതങ്ങൾ ഇമാമായി നിൽക്കുമ്പോൾ തങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഹബീബിന് അറിയാം. നിങ്ങളുടെ ഖുശൂഉം നിങ്ങളുടെ ഖുളൂഉം നിങ്ങളുടെ റുക്കൂഉം സുജൂദും ഒക്കെ ഞാൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹു തആല അത് ഓരോരുത്തർക്ക് അവൻ ഉദ്ദേശിച്ചത് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ദാലിക ഫദ്ലുല്ലാഹ് യുഅ്തിഹി മൻ യശാ. അത് അള്ളാഹുവിന്റെ ഒരു ഔദാര്യമാണ്. അത് അംഗീകരിക്കുക എന്നതാണ് ഒരു മുഅ്മിനിന്റെ ബാധ്യത. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെ ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുമോ അതുപോലെ തന്നെ പിന്നിലുള്ള വിഷയങ്ങളും കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിയും. അതുപോലെ സ്ഖലനവും ഇല്ലുറക്കിലൊരിക്കലും മനുഷ്യന്റെ ഒരു വലിയ ദൗർബല്യമാണ്, ബലഹീനതയാണ് ഉറക്കത്തിൽ സ്വപ്നസ്ഖലനം, ഉറക്കത്തിൽ സ്ഖലനമുണ്ടാകുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഏതൊരു സദസ്സിൽ നബി ഇരുന്നാൽ പിന്നെ ചുമലവരിലെല്ലാം ഉയരുമെന്നാ പൊന്നെ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സിലെത്തിയാൽ ആ സദസ്സിൽ എത്ര വലിയ ആചാരബാഹുക്കളായ ഗാംഭീര്യമുള്ള ഹൈബത്തുള്ള എത്ര വലിയ ആളുകളുണ്ടെങ്കിലും അവരെക്കാളെല്ലാം എപ്പോഴും നബിതങ്ങളുടെ ആ ജസദ്, അവിടുത്തെ ഹൈബത്ത് അത് ഉയർന്നു തന്നെ നിൽക്കും. ഒരു സദസ്സിൽ നബി ഇരുന്നാൽ മറ്റുള്ളവരെക്കാളെല്ലാം നബിയുടെ ചുമര്, അവിടുത്തെ ആ തോള് മറ്റുള്ളവരെക്കാൾ എപ്പോഴും ഒരുപടി ഉയർന്നു നിൽക്കും. അല്ലാഹു തആല അത് ഉയർത്തുന്നതാണ്. കണ്ടോ? അപ്പൊ എല്ലാ നിലക്കും ഹിസ്സിയായും മാനവിയായും ഒക്കെ നബിതങ്ങൾ ലോകത്തിൽ ഏറ്റവും ഉയർന്ന അതുല്യമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭൂമിക്കു മുകളിൽ കാണലില്ല മൂത്രവും, അതുപോലെ ഭൂമി വിഴുങ്ങുമെന്ന കാഷ്ടവും. കണ്ടോ? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലമൂത്ര വിസർജനം ചെയ്താൽ അവിടുത്തെ കാഷ്ടവും മൂത്രവും ഒരിക്കലും ഭൂമിക്ക് വെളിയിൽ കാണൂല, അതപ്പോൾ തന്നെ ഭൂമി വിഴുങ്ങും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. കണ്ണിനുറക്കം ഉണ്ട് എന്നാൽ തന്നെയും കൽബിനുറക്കം ഇല്ല എന്നാ തീരെയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുമ്പോൾ അൽ ഐനാനി തനാമാനി വൽ ഖൽബു ലാ യനാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് ഉറങ്ങിയാലും ഖൽബുറങ്ങൂല. അഥവാ എല്ലാ സംഭവങ്ങളും നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിയും. നമ്മൾ അങ്ങനെയല്ല, ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പരിസരത്ത് നടക്കുന്ന നമുക്കൊരു ബോധം ഉണ്ടാവില്ല, അല്ലേ? പക്ഷേ നബി തങ്ങൾ അങ്ങനെയല്ല. നബിയുടെ കണ്ണ് ബാഹ്യമായി ഉറങ്ങുമെങ്കിലും അവിടുത്തെ ഖൽബ് ഉറങ്ങുന്നില്ല. കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ മൃഗങ്ങൾ ഓടിപ്പോകില്ല, തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഒരു മിനിറ്റ്, പേരോട് ഉസ്താദ് നമ്മളെ ഈച്ചപ്രാണികൾ ഇരിക്കൂല എന്നുള്ളതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് തന്നെ നേരിട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ് നിങ്ങൾക്കൊന്ന് നിന്നൂടെ? കാലങ്ങൾ ക്യാമ്പസിൽ മൈക്ക ഒന്ന് പിന്നെ ഒന്ന് താഴത്ത് വെച്ചോളി. ഇതൊന്ന് കേൾക്കുന്നിട്ട് എന്റെ ഉസ്താദ് കേൾക്കുണ്ടോ?
8 മിനിറ്റില്ല. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദാണ്. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഓൺലൈനിൽ വന്നാണ്. അതാ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു പോകും. ഹബീബ് തങ്ങളോട് ഇത്ര ദേഷ്യം പേരോട് പറഞ്ഞോട്ടെ, ആയിക്കോട്ടെ, നിങ്ങൾ പഴയ ശിഷ്യനല്ലേ, ഒന്ന് മൂപ്പർക്ക് കൊടുക്കും. പ്രവാചകന്റെ മുടിയിലിട്ട് പോലുള്ള വസ്തു ഇരിക്കൂല. ഇവിടെ പറഞ്ഞത് അങ്ങനെയല്ല. നിങ്ങളെ വസ്ത്രത്തിലിരിക്കൂല എന്നാണ് ഇവിടെ വിവാദത്തിലുള്ളത്. അതിന്റെ അർത്ഥം അത്രയും മഹത്വം അതിനുണ്ട് എന്നാണ്. അല്ലാതെയാണോ അല്ലേ ഇത് പരിശോധിക്കാം എന്നല്ല. പരിശോധന അവിടെ നിൽക്കട്ടെ, അവിടുന്ന് എത്തിയില്ല. നിക്ക് ഞങ്ങളൊന്ന് പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രത്തിൽ ഇരിക്കൂലെന്നുള്ളൂ, അല്ലാതെ ശരീരത്തിൽ ഇരിക്കൂലെന്നല്ല. ഈ മൂപ്പരെന്നെ പറഞ്ഞ ശരീരത്തിൽ ഇരിക്കൂലെന്ന് ഇതിന് വേറെ തെളിവ് നമ്മളെ കണ്ട്, അത് വേറെ പോട്ടെ. ഇപ്പോ ബഹുമാനപ്പെട്ട നമ്മൾ അസ്ഹരി ഉസ്താദ് എന്ത് പറഞ്ഞു? ജസദ് ജസദ് എന്ന് പറഞ്ഞ അൻവരി ഉസ്താദെ എന്താ അതിന്റെ അർത്ഥം? അൻവരി ഉസ്താദ് വെറുതെ ജസദ് ജസദ് എന്ന് പറഞ്ഞാല് വസ്ത്രം എന്നർത്ഥം. നിങ്ങൾ ഒന്നും കൂടി ഇത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി പാടണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നും കൂടി പാടണം, ബാക്കി പറഞ്ഞോളൂ. ഇത് കഴിഞ്ഞിട്ട് പാടിയാൽ മതി. അല്ലേ? ഇത് കഴിഞ്ഞിട്ട് പാടിയാൽ മതി. ഇയാൾ കക്കട ഭാഗം വേറെ ഉണ്ട്, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് വേറെ കൽപ്പിക്കാം. കൽബുറങ്ങൂല. അഥവാ എല്ലാ സംഭവങ്ങളും നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിയും. നമ്മൾ അങ്ങനെയല്ല, ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പരിസരത്ത് നടക്കുന്ന നമുക്കൊരു ബോധം ഉണ്ടാവില്ല, അല്ലേ? പക്ഷെ നബി തങ്ങൾ അങ്ങനെയല്ല. നബിയുടെ കണ്ണ് ബാഹ്യമായി ഉറങ്ങുമെങ്കിലും അവിടുത്തെ കൽബ് ഉറങ്ങുന്നില്ല. കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ മൃഗങ്ങൾ ഓടിപ്പോകില്ല, തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്, അല്ലേ? നബിയുടെ അടുത്തേക്ക് വരികയാണ്. ഉണ്ടോ? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് മൃഗങ്ങൾ ഇങ്ങോട്ടടുക്കുകയാണ് അവിടുത്തെ കാരുണ്യത്തിന്റെ തണൽ തേടി. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണല്ലോ അള്ളാഹുവിന്റെ ഹബീബ്. ഈ പ്രപഞ്ചത്തിന് മുഴുവനും കാരുണ്യമാണ്, കരുണയാണ്, കരുണാകടാക്ഷമാണ്. ആ കാരുണ്യത്തിന്റെ കവാടമായ പ്രവാചക പ്രഭുവിന്റെ കരുണയുടെ തണൽ തേടി മൃഗങ്ങൾ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക്. നമ്മളെ കാണുമ്പോൾ സാധാരണ നമുക്കറിയാം പലപ്പോഴും മൃഗങ്ങൾ ഓടിപ്പോകാറാ, അല്ലേ? പക്ഷേ നബിയെ കാണുമ്പോൾ അങ്ങനെ ഓടലില്ല. എല്ലാം വളരെ ഭവ്യതയോടുകൂടി നിൽക്കും. നബിയുടെ അടുത്തേക്ക് ചാരത്തേക്ക് വരും. അവിടുത്തെ വിഷമങ്ങളും പരാതികളും അള്ളാഹുവിന്റെ ഹബീബിനോട് പറയും. കണ്ടോ? നിഴലില്ല ഷംസിൽ എന്നതും നബിക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ എന്ന് പറഞ്ഞൊരു സംഗതിയില്ല. നമുക്കൊക്കെ നിഴലുണ്ട്, ലോകത്തെല്ലാ വസ്തുക്കൾക്കും നിഴലുണ്ട്, സൂര്യന്റേതായ ആ പ്രതിബിംബം. പക്ഷേ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ല. പ്രസവിച്ച ഹാലിൽ കണ്ടോ? നിഴലില്ല ഷംസിൽ എന്നതും നബിക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ എന്ന് പറഞ്ഞൊരു സംഗതിയില്ല. നമുക്കൊക്കെ നിഴലുണ്ട്, ലോകത്തെല്ലാ വസ്തുക്കൾക്കും നിഴലുണ്ട്, സൂര്യന്റേതായ ആ പ്രതിബിംബം. പക്ഷേ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ല. പ്രസവിച്ച ഹാലിൽ ഇടക്ക് ഉണ്ടാവാറില്ല എന്നല്ല, നേലെന്നെല്ലാം. നേലെന്നല്ല അല്ലാ, അല്ലേ? അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. എന്തൊക്കെ കുട്ടികൾ അടിക്കണമെന്നോ? ആരൊക്കെ ഉള്ളത്? ശംസുദാരിണി ഹയാത്തിലില്ലേ? ഉണ്ടോ? എല്ലാം ആൾക്കാർ ഫുള്ള് അടിമന്മാരാണല്ലോ, അല്ലേ? നിരത്തി ഇങ്ങനെ ഇതൊക്കെ കോട്ടൂര് ബാക്കവി, നെട്ടൂര് ബാക്കവി, പിന്നെ ഓട്ട സഖാഫി, എന്തൊക്കെ സാധനങ്ങളുണ്ട്. എല്ലാ സാധനങ്ങളും നിരന്നിരിക്കുകയാണേ. എന്നിട്ട് മാഷാ അല്ലാ അൻവരി ഉസ്താദ്, വടുതര ഉസ്താദ്, അല്ലേ?
ഹൈ മാഷാ അല്ലാഹ്, എന്താ അടിക്കണത് കാണാൻ രസമെന്നോ. എവിടുന്ന് ഈ സാധനം കിട്ടി? ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കും, എങ്ങനെ ഇതന്നൊക്കെ പറിച്ച റബ്ബെ ഈ വീഡിയോ ഒക്കെ നമ്മളെ കയ്യിലെത്തിയത്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്, ആ സമയത്ത് ഇനിയിപ്പോ ഇയാൾ അമീർ അല്ലാന്ന് പറയാതിരിക്കാൻ വേണ്ടി ഇപ്പൊ അള്ളാഹു നമുക്ക് കൊടുന്ന് കാണിച്ചെന്നാ നിങ്ങള് അല്ലേ? മുപ്പരനെ പറയട്ടെ, ഇതൊക്കെ കാണാതെ പഠിച്ചോളി. ഇതൊക്കെ കാണാതെ പഠിച്ചാൽ പിന്നെ മുപ്പര ഒന്നുകൂടി പറഞ്ഞുതരും, പിന്നെ ഒന്നുകൂടി പറഞ്ഞുതരും എന്തൊക്കെ ഗുണങ്ങൾ നമുക്കുണ്ട്. നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കാര് എന്താ നമ്മൾ ഏപ്പിയുടെ കൂടെ കുടുങ്ങായിരുന്നു? നിങ്ങളൊന്ന് പറഞ്ഞാണി. ഏപ്പിയുടെ കള്ളന്മാരെ ഷെറിൽ നമ്മൾ പെടൂല എന്ന് പറഞ്ഞതാരാ? വടുതൽ ഉസ്താദ്. എന്താണ്? ഇതാണ് വിശ്വസിച്ചാല് ഇത് വിശ്വസിച്ചിട്ട് നമ്മൾ കാണാതെ പഠിച്ചാൽ പിന്നെ ഒരു കള്ളന്റെ ഷെറിലും നമ്മൾ പെടൂല എന്ന് വടുതൽ ഉസ്താദ് ഇപ്പൊ പറഞ്ഞ നാവൂർത്തുള്ള ഇൻഷാ അല്ലാഹ് വടുതൽ ഉസ്താദ് ഒന്നും കൂടി പറയും. അതിനുശേഷം ബഹുവന്നരായ പൊന്മള ഉസ്താദ് അവറുകൾ നമ്മെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹത്തിന് ഞെട്ടിപ്പിക്കുന്ന പല തെളിവുകളും ഇൻഷാ അല്ലാഹ് ഔലിയാക്കളെ മാനുഫാക്ചർ ചെയ്ത് വിടുന്നതും അതിന് കഴിഞ്ഞാൽ ഔലിയാക്കളെ പിന്നെ ഡിസ്മാൻഡിൽ ചെയ്യുന്നതും മാൻഡിൽ ചെയ്യുന്നതും ഒക്കെ ഇൻഷാ അല്ലാഹ് അതൊക്കെ അവരുടെ ക്ലാസ് റൂമിലാണെന്ന് നമ്മോട് കൃത്യമായി അദ്ദേഹം വിശദീകരിക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് തന്നെ അൻവരി ഉസ്താദിനെ അദ്ദേഹത്തിന്റെ വിശദീകരണം കഴിഞ്ഞ് നമുക്ക് താഴ്ത്തിരുത്തണം. അദ്ദേഹം ഒന്നുകൂടി ഇതിന്റെ ഗുണങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അതിന്റെ മുമ്പ് ഇത് ലാസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഗുണങ്ങളൊക്കെ അദ്ദേഹം തന്നെ നമുക്ക് വിശദീകരിക്കും. നിഴലില്ല ഷംസേ എന്നതും നബിക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ എന്ന് പറഞ്ഞൊരു സംഗതിയില്ല. നമുക്കൊക്കെ നിഴലുണ്ട്, ലോകത്തെല്ലാ വസ്തുക്കൾക്കും നിഴലുണ്ട്, സൂര്യന്റേതായ ആ പ്രതിബിംബം. പക്ഷേ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ല. പ്രസവിച്ച ഹാലിൽ തന്നെ നബി മഖ്തൂന. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ടപ്പോൾ തന്നെ ഖിത്താൻ ചെയ്യപ്പെട്ട നിലയിൽ, മാർക്കം ചെയ്യപ്പെട്ട നിലയിലാണ് നബിയെ പ്രസവിക്കപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്. അതാണല്ലോ നമ്മളെപ്പോഴും മങ്കൂസ് മൗലിദിലൊക്കെ മറ്റുമൊക്കെ ഓതുന്നത്, മഖ്തൂനും മൽഫൂഫുൻ ബിസൗബിൻ മിനസ് സൂഫിൽ അബിയദ്. വലദത്തുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. അതെ, സഹീഹായ ഹദീസിൽ വന്നതാണ്. അവിടുന്ന് മാർക്കം ചെയ്യപ്പെട്ട നിലയിൽ, സുർമയിടപ്പെട്ട നിലയിൽ, നല്ല വെള്ളവസ്ത്രം കൊണ്ട് പൊതിയപ്പെട്ട നിലയിൽ, ഇങ്ങനെയൊക്കെയാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ടത്. സുജൂദിലായിട്ടാണ് അവിടുന്ന് പ്രസവിച്ച് വീണത്. ഇതൊക്കെ സഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ 10 ഖുസൂസിയാത്തുകൾ, പ്രത്യേകതകൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉള്ളതായി സഹീഹായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഒരാൾ കാണാതെ പഠിച്ചു വെക്കണം, എപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ടാകണം. ഒന്നുകൂടി എനിക്കും കൂടി ഓർക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എല്ലാവരും പ്രത്യേകം ഓർത്തു വെക്കുക. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കോട്ടുവായയില്ല. 2, അവിടുത്തെ ശരീരത്തിൽ ഈച്ചയിരിക്കില്ല. 3, നബിതങ്ങൾ മുൻഭാഗത്തേക്ക് കാണുന്നത് പോലെ പിന്നിലുള്ളതും കാണുന്നു. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉറക്കത്തിൽ ഒരിക്കലും സ്ഖലനമുണ്ടാകില്ല. 5, നബി ഒരു സദസ്സിൽ ഇരുന്നു കഴിഞ്ഞാൽ അവിടുത്തെ ചുമര്, അവിടുത്തെ ശരീരം എപ്പോഴും മറ്റുള്ളവരെക്കാൾ ഉയർന്നു നിൽക്കും. 6, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂത്രമൊഴിച്ചാൽ, കാഷ്ടിച്ചാൽ അവിടുത്തെ കാഷ്ടവും മൂത്രവും ഭൂമിയിൽ കാണൂല. 7, കണ്ണിനുറക്കമുണ്ട്, എന്നാൽ കൽബുറങ്ങൂല. കണ്ണുറങ്ങിയാലും കൽബുറങ്ങൂല. 8, നബിയെ കണ്ടാൽ മൃഗങ്ങൾ ഓടില്ല. 9, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ല. 10, നബി മഖ്തൂനായ നിലയിൽ, മാർക്കം ചെയ്യപ്പെട്ട നിലയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഓർത്തുവെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ മഹത്വം കൊണ്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കാഴ്ചയിൽ നബി പിന്നിലും അതുപോലെ സ്ഖലനവും ഇല്ലുറക്കിലൊരിക്കലും. ഏതൊരു സദസ്സിൽ നബിയിരുന്നാൽ പിന്നെ ചുവരിലെല്ലാം ഉയരുമെന്നാ പൊന്നെ. ഭൂമിക്കു മുകളിൽ കാണലില്ല മൂത്രവും, അതുപോലെ ഭൂമി വിഴുങ്ങുമെന്ന കാഷ്ടവും. കണ്ണിനുറക്കം ഉണ്ട് എന്നാൽ തന്നെയും കൽബിനുറക്കം ഇല്ല എന്നാ തീരെയും. കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നുണ്ട്, നിഴലില്ല ഷംസിൽ എന്നതും നബിക്കുണ്ട്. പ്രസവിച്ച ഹാലിൽ തന്നെ നബി മഖ്തൂന, ഇവ പാഠമിട്ടവനെപ്പോഴും മഅ്മൂന. കള്ളന്റെ ഫിത്നയിൽ ഇന്ന് ഒഴിയും എന്ന, കൂടാതെ തീഭയവും അവനില്ലെന്ന. ഇത് എഴുതി വീട്ടിൽ വെച്ചിരുന്നാലും ഇത് ഫലമുണ്ട് എന്നാടേ സുഹൃത്തേ വന്നതേ.
ഒന്ന് കൽപ്പിച്ചാൽ ഇത് വിശ്വസിച്ച് ഇത് അംഗീകരിച്ചു പോരുന്ന ആളുകൾക്ക് എന്ത് കാര്യങ്ങളല്ല. പിന്നെ റസൂലുള്ളാന്റെ പേരത്ത് തീ പിടിച്ചു എന്നുള്ളൊരു ഭയം ഒരിക്കലും പിന്നെ ആ ആളുകൾക്ക് ഉണ്ടാവില്ല. അല്ലെ, തീന്റെ ഭയം തന്നെയല്ല. നമ്മളെ വീടും പിടിക്കൂല, എവിടെയും തീ ഭയം തന്നെയല്ല. പിന്നല്ലേ ഞങ്ങൾക്ക് നിങ്ങൾ തീ കൊണ്ട് കുറച്ച് ദിവസം ഞങ്ങളെ പിന്നാലെ കൂടുന്നു. ഇപ്പൊ കത്തിച്ചു, ഇപ്പൊ കത്തൂലട കേൾക്കും. ഇനി പിന്നെന്താ, കള്ളനി കള്ളന്മാരി പിന്നെ ഞങ്ങൾക്ക് പേടിച്ചേണ്ട ആവശ്യമില്ല. ഒന്നുകൂടി അതിന്റെ ഒരു സ്ഥാനം എന്ന് പറഞ്ഞാണി. അന്റെ ഒരു സ്ഥാനം ഒന്ന് വരികയായി. നിങ്ങളെന്ത് ദേഷ്യപ്പെട്ടോ? ഉസ്താദ് ഒന്ന് റൈസാൻഡി, വടുതൽ ഉസ്താദ് ഒന്ന് റൈസാൻഡി, ദേഷ്യപ്പെട്ടോ? എന്നതും നബിക്കുണ്ട്, പ്രസവിച്ച ഹാലിൽ തന്നെ നബി മഖ്തൂന, ഇവ പാഠമിട്ടവനെപ്പോഴും മഅ്മൂന, കള്ളന്റെ ഫിത്നയിൽ ഇന്ന് ഒഴിയും എന്ന, കൂടാതെ തീഭയവും അവനില്ലെന്ന, ഇത് എഴുതി വീട്ടിൽ വെച്ചിരുന്നാലും ഇത് ഫലമുണ്ട് എന്നാടേ സുഹൃത്തേ വന്നതേ. കൂടാതെ തീഭയവും അവനില്ലെന്ന, ഇത് എഴുതി വീട്ടിൽ വെച്ചിരുന്നാലും ഇത് ഫലമുണ്ട് എന്നാടേ സുഹൃത്തേ വന്നതേ. അവസാനത്തെ ഒന്നുകൂടെ എണ്ണി പറയുകയാണെങ്കിൽ 10 അവസാനത്തെ തീഭയമില്ല, കള്ളന്റെ ചൊറിയില്ല, ഞങ്ങൾക്കില്ല. ഞാൻ ലാസ്റ്റ് അവസാനം പറഞ്ഞ 10 ഉണ്ടല്ലോ, 1 2 3 4 5 6 7 8 9 10 അതൊന്ന് പറഞ്ഞാണ് ലാസ്റ്റ് ആകം. അത് മാത്രം പറയോ? അടുത്ത ഉസ്താദ് ഒന്ന് പറയും. നിങ്ങളെ ശബ്ദത്തിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനുമല്ല. ഞങ്ങളിത് ക്ലിപ്പാക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ലേ ഇല്ല. ക്ലിപ്പാക്കിയാലും ഞങ്ങൾ ഒരിക്കലും ഇനി മേലിൽ ഞങ്ങളെ ക്ലാസ് റൂമിൽ ക്ലിപ്പാക്കിയോട് കേൾപ്പിക്കൂല. നിങ്ങൾ ആ ഒരു പേടി നിങ്ങൾ പേടിച്ചണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളി. പ്രസവിക്കപ്പെട്ടത് സുജൂദിലായിട്ടാണ് അവിടുന്ന് പ്രസവിച്ച് വീണത്. ഇതൊക്കെ സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ 10 ഖുസൂസിയാത്തുകൾ, പ്രത്യേകതകൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉള്ളതായി സ്വഹീഹായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഒരാളെ കാണാതെ പഠിച്ചു വെക്കണം, എപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ടാകണം. ഒന്നുകൂടി എനിക്കും കൂടി ഓർക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എല്ലാവരും പ്രത്യേകം ഓർത്തു വെക്കുക. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കോട്ടുവായില്ല. 2, അവിടുത്തെ ശരീരത്തിൽ ഈച്ചയിരിക്കില്ല. 3, നബിതങ്ങൾ മുൻഭാഗത്തേക്ക് കാണുന്നത് പോലെ പിന്നിലുള്ളതും കാണുന്നു. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉറക്കത്തിൽ ഒരിക്കലും സ്ഖലനമുണ്ടാകില്ല. 5, നബി ഒരു സദസ്സിൽ ഇരുന്നു കഴിഞ്ഞാൽ അവിടുത്തെ ചുമര്, അവിടുത്തെ ശരീരം എപ്പോഴും മറ്റുള്ളവരെക്കാൾ ഉയർന്നു നിൽക്കും. 6, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂത്രമൊഴിച്ചാൽ, കാഷ്ടിച്ചാൽ അവിടുത്തെ കാഷ്ടവും മൂത്രവും ഭൂമിയിൽ കാണൂല. 7, കണ്ണിനുറക്കമുണ്ട്, എന്നാൽ കൽബുറങ്ങൂല. കണ്ണുറങ്ങിയാലും കൽബുറങ്ങൂല. 8, നബിയെ കണ്ടാൽ മൃഗങ്ങൾ ഓടില്ല. 9, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ല. 10, നബി മഖ്തൂനായ നിലയിൽ, മാർക്കം ചെയ്യപ്പെട്ട നിലയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഓർത്തുവെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി 8, നബിയെ കണ്ടാൽ മൃഗങ്ങൾ ഓടില്ല. 9, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലില്ല. എന്നാലേ ആയിക്കോട്ടെ. ഒരു സെക്കൻഡ് നിങ്ങൾ ഇതൊന്നും റെഡി. അപ്പൊ ഞാൻ ക്ലിയർ ആക്കിയിട്ട് തരാം. നിങ്ങളേ മറ്റേ ഇതൊന്നും കളിപ്പിക്കും, മറ്റേ ഒന്നുകൂടി ആ പാട്ട് ഒന്നും കൂടി കളിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് ക്ലിയർ കളിപ്പിച്ചു തരാം. താഴോട്ട് നോക്കത് വ്യക്തമാ, കൊട്ടുവായി നബിക്കില്ലാത്തതാണ് അതിലൊന്ന്, ഇരിക്കാത്തതാണേ ഈച്ച ജസദിൽ വന്ന്, മുൻഭാഗം പോല കാഴ്ചയിൽ നബി പിന്നിലും
അതുപോലെ സ്ഖലനവും ഇല്ലുറക്കിലൊരിക്കലും. ഏതൊരു സദസ്സിൽ നബിയിരുന്നാൽ പിന്നെ ചുവരിലെല്ലാം ഉയരുമെന്നാ പൊന്നെ. ഭൂമിക്കു മുകളിൽ കാണലില്ല മൂത്രവും, അതുപോലെ ഭൂമി വിഴുങ്ങുമെന്ന കാഷ്ടവും. കണ്ണിനുറക്കം ഉണ്ട് എന്നാൽ തന്നെയും കൽബിനുറക്കം ഇല്ല എന്നാ തീരെയും. കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നുണ്ട്, നിഴലില്ല ഷംസിൽ എന്നതും നബിക്കുണ്ട്. പ്രസവിച്ച ഹാലിൽ തന്നെ നബി മഖ്തൂന, ഇവ പാഠമിട്ടവനെപ്പോഴും മഅ്മൂന. കള്ളന്റെ ഫിത്നയിൽ ഇന്ന് ഒഴിയും എന്ന, കൂടാതെ തീഭയവും അവനില്ലെന്ന. ഇത് എഴുതി വീട്ടിൽ വെച്ചിരുന്നാലും ഇത് ഫലമുണ്ട് എന്നാടേ സുഹൃത്തേ വന്നതേ. മറാത്തിയായിൽ നോക്ക് 3 വന്നതാ, ജവാഹിറുൽ അഷ്ആരിലും പറയുന്നതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലേക്കുണ്ടാവുന്ന പുസ്തകമുണ്ടാവുന്നു, ആളുകളാവുന്നു. പറയുന്നത് ഒരു ദിവസം ഞാനില്ല റൂമിൽ നീക്കുമ്പോ ഞാനൊരു നിഴല് കാണുന്നു. ഒരു നിഴല് കാണുന്നു. ഞാനിങ്ങനെ നോക്കി നിഴല് നോക്കുമ്പോൾ ഒരു പുരുഷന്റെ നിഴലാണ്. അങ്ങനെയുള്ള പുരുഷന്മാരെ നേരിടുണ്ടാകുന്നത് തലേക്കുണ്ടാവുന്ന പുസ്തകമുണ്ടാവുന്നു, ആളുകളാവുന്നു. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴലാകുന്ന തലേകത്തൊക്കെ ഉണ്ടാവില്ലേ. സുബ്ഹാനല്ലാഹ്, ഒരു നിഴല് ഞാൻ കാണുന്നു. പുരുഷന്റെ നിഴലാണെന്ന് നിഴല് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാനിങ്ങനെ ചിന്തിച്ച് കടച്ചുവരെ ഈ നിഴല് ഒരു പുരുഷന്റെ നിഴലാണല്ലോ. എന്റെ വീട്ടിൽ കയറി വരാനുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങൾ എന്റെ വീട്ടിൽ വരാറില്ലല്ലോ. ഞാനെങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് വന്ന് കയറിയ നിഴല്, ഞാൻ കണ്ട നിഴല് അല്ലാഹുവിന്റെ റസൂലിന്റെ നിഴലാണെങ്കിൽ റസൂലിന്റെ വീട്ടിൽ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി. ആ വിളക്ക് പോലെ അല്ലാഹുവിന്റെ റസൂൽ അതാ കത്തിപ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ലം യകുൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ളില്ലുൻ, അല്ലാഹുവിന്റെ റസൂലിന് നിഴല് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഏത് സാധനത്തിനും നിഴലുണ്ട്. സൂര്യന് നിഴലുണ്ടോ? സൂര്യന് നിഴലുണ്ടോ? സൂര്യൻ അത് കത്തിച്ചടിക്കുമ്പോൾ അതിന് നിഴലുണ്ടോ? ഉണ്ടോ? പിന്നെ എന്ത്? ആ സൂര്യനേക്കാൾ 10,000 ഇരട്ടി പ്രകാശമുള്ള റസൂലുള്ളാഹിക്ക് നിഴലില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് നീ സംശയിക്കുന്നത്? എടാ പേരോടെ എന്താണ് സംശയിക്കണം? മുസ്തഫ എത്തിയടാ. ആ പറയുന്നത് ഒരു ദിവസം ഞാനെന്റെ റൂമിൽ നിൽക്കുമ്പോ ഞാനൊരു നിഴല് കാണുന്നു. ഒരു നിഴല് കാണുന്നു. ഞാനിങ്ങനെ നോക്കി നിഴല് നോക്കുമ്പോൾ ഒരു പുരുഷന്റെ നിഴലാണ്. ഇങ്ങനെയുള്ള പുരുഷന്മാരെ നേരിടുണ്ടാകുന്നത് തലേക്കുണ്ടാവുന്ന പുസ്തകമുണ്ടാവുന്നു, ആളുകളാവുന്നു. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഴലാകുന്ന തലേകത്തൊക്കെ ഉണ്ടാവില്ലേ. സുബ്ഹാനല്ലാഹ്, ഒരു നിഴല് ഞാൻ കാണുന്നു. പുരുഷന്റെ നിഴലാണെന്ന് നിഴല് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാനിങ്ങനെ ചിന്തിച്ച് കടച്ചുവരെ ഈ നിഴല് ഒരു പുരുഷന്റെ നിഴലാണല്ലോ. എന്റെ വീട്ടിൽ കയറി വരാനുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളെന്റെ വീട്ടിൽ വരാറില്ലല്ലോ. ഞാനെങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് വന്ന് കയറിയ നിഴല്, ഞാൻ
കണ്ട നിഴല് അള്ളാഹുവിന്റെ റസൂലിന്റെ നിഴലാണെന്ന് റസൂലിന്റെ വീട്ടിൽ കൈപോലെനിക്ക് മനസ്സിലായി. വിളക്ക് ആ വിളക്ക് പോലെ അള്ളാഹുവിന്റെ റസൂല് അതാ കത്തിപ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ലം യകുൻ ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വില്ലുൻ, അള്ളാഹുവിന്റെ റസൂലിന് നിഴല് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഏത് സാധനത്തിനും നിഴലുണ്ട്. സൂര്യന് നിഴലുണ്ടോ? സൂര്യന് നിഴലുണ്ടോ? സൂര്യൻ അത് കത്തിച്ചടിക്കുമ്പോൾ അതിന് നിഴലുണ്ടോ? ഇല്ല. പിന്നെ എന്ത്? ആ സൂര്യനേക്കാൾ 10,000 ഇരട്ടി പ്രകാശമുള്ള റസൂലുള്ളാഹിക്ക് നിഴലില്ല എന്ന് പറയുമ്പോൾ എന്തിനോ നീ സംശയിക്കുന്നത്? എന്തിനു നീ നിഷേധിക്കുന്നത്? ലം യകുൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വില്ലുൻ വലം യഖും മഅ ശംസി ഖത്തു ഇല്ലാ ഗലബ ളൗഉഹു ളൗഅഹാ ولم يكن مع سراج قط إلا غلب ضوءه ضوءا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂര്യൻ ഉദിച്ച സ്ഥലത്ത് നിന്നാൽ ആ സൂര്യന്റെ നിഴലിനേക്കാൾ, സൂര്യന്റെ പ്രകാശത്തെക്കാൾ, നിഴലല്ല, സൂര്യന്റെ പ്രകാശത്തെക്കാൾ റസൂലുള്ളാഹിന്റെ പ്രകാശം വാരിവായിട്ടല്ലാതെ ഇല്ല. റസൂലുള്ളാഹി ഒരു വിളക്കിന്റെ അടുത്ത് നിന്നാൽ ആ വിളക്കിന്റെ പ്രകാശത്തെക്കാൾ റസൂലുള്ളാഹിന്റെ പ്രകാശം വാലിബായിട്ടല്ലാതെ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന് നിഴല് ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖരി തങ്ങൾ പറഞ്ഞു, ഫഇന്നഹു ശംസു ഫളിൻ ഹും കവാകിബുഹാ യുദ്ഹിർന അൻവാറഹാ ബിന്നാസി ഫിദ്ദുലബി. ഫഇന്നഹു ശംസു ഫളിൻ ഹും കവാകിബുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശംസാണ്, എല്ലാ ഫളിന്റെയും ശംസാണ്. എല്ലാ ഫളിൽ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പ്രകാശവും പെടുന്നു, പ്രകാശത്തിന്റെ ശംസാകുന്നു, ഇൽമിന്റെ ശംസാകുന്നു. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ എന്താ സംഭവം? അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് എന്താ ഇതിന് പറയാം? ഇതിലാര് പറയുന്നതാ ശരി? മറ്റാളില്ല, ഒരിക്കലുമില്ല. AP 25 കൊല്ലം മുമ്പ് ആൾക്കാരെ പറ്റിക്കുന്നത് എന്ത് വിശ്വാസമായിരുന്നത് എന്നാ പറയും? നിങ്ങളെ വിശ്വാസം മാറി എന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിയല്ലേ? ഇത് ശരിയാണോ പഴയതാണോ ശരി എന്നല്ല ഞങ്ങൾ ചോദിക്കണം. നിങ്ങളെ വിശ്വാസത്തിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നു, ഈ കാര്യം ശരിയല്ലേ? പഴയ വിശ്വാസമല്ല നിങ്ങൾക്കിപ്പോഴുള്ളത്, അതും കാര്യം ശരിയല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ മാറ്റി പറയുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെ കൂടുതൽ ഇരുത്തി വിഷമിപ്പിക്കാതെ ഇൻഷാ അല്ലാഹ് ഞാൻ ആ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ബഹുമാന്യരായ പേരോട് പൊന്മള അബ്ദുൽ ഖാദർ മൗലവി അവറുകൾ നമ്മുടെ ക്ലാസ് റൂമിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇൻഷാ അല്ലാഹ് അല്പം ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. എല്ലാ ആളുകളെയും നമ്മുടെ ക്ലാസ് റൂമിലേക്ക് ഒരിക്കൽ കൂടി ഇൻവൈറ്റ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അൻവരി വടുതര നേരിട്ട് തന്നെ വന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പൊന്മള ഉസ്താദ് എന്ന് പറയപ്പെടുന്ന ആളുകളോ അല്ലെങ്കിൽ പൊന്മള മൗലവി തന്നെയോ നേരിട്ട് നമ്മുടെ ക്ലാസ് റൂമിൽ ഈ വിഷയ സംബന്ധമായി മറുപടി പറയാൻ അല്ലെങ്കിൽ അതുമായി പ്രതികരിക്കാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് മഹാനായ എന്ന് നിങ്ങൾ പറയുന്ന സത്യത്തിൽ അല്ലാത്ത
അല്ലെ ബഹുമാനപ്പെട്ട എന്ന് നിങ്ങൾ പറയുകയും സത്യത്തിൽ ബഹുമാനം കെട്ട ആയുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെടാത്ത പന്മള മൗലവി അവറുകൾ നമ്മളെ അഭിസംബോധന ചെയ്യുകയാണ്. അദ്ദേഹത്തെ എല്ലാവിധ അനാദരവുകളോടുകൂടി നമ്മൾ മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. മുപ്പരെന്നെ നേരിട്ട് പറഞ്ഞോട്ടല്ലേ. എങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യല്? സാധാരണ നമ്മൾ തമാശ പറയുന്നില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മളെ പകരയൊക്കെ പറയണത്? ആര്? ഇവരൊക്കെ വലിയ ഔലിയാക്കളാണ്, ഷാജ അല്ലേ? ഇങ്ങനെ ഓരോ മനുഷ്യന്മാർ ഔലിയാക്കളെ സ്ഥാനം കയറ്റി 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 ഔലിയാക്കൾ അങ്ങേ തലക്കൊക്കെ കൊണ്ടേ ഏൽപ്പിച്ചു കൊടുക്കാണ് സാധാരണ പല പരിപാടികൾ. അത് വളരെ ഏർപ്പാടാണ്. എത്രയൊക്കെ സ്ഥാനങ്ങളാണ് ഇവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയില്ല. ഒരു പരിധിയില്ലാത്ത സ്ഥാനങ്ങൾ ഇവർക്ക് കൊടുക്കും അല്ലേ? അങ്ങനെ ഒരു പരിധിയില്ലാത്ത സാധനങ്ങൾ ഇവർക്ക് കൊടുത്ത ശേഷം ഇവിടെയൊക്കെ നമ്മള് പകരാം. അങ്ങനെ കുറെ പിന്നെ വലിയ സ്ഥാനങ്ങൾ നമ്മൾ പകരൊക്കെ ഇവരെ പകരം പോലെയുള്ള ആളുകൾ അങ്ങനെ കുറെ ആളുകൾ ഈ ആളുകൾക്ക് നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറെ തെളിവ് നമ്മളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പകരം മറ്റേത് പറയണതാണ്. പകരന്റെ ക്ലിപ്പ് കൊണ്ട് 5 കളിയാണ്. ഈ പകരന്റെ ക്ലിപ്പൊക്കെ തെരഞ്ഞിട്ടൊരു ക്ലിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിലേ കുറച്ചൊന്നും ഇടങ്ങേറാവും. കാരണം പകര 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 32 ഇതിന്നിപ്പോ പെട്ടെന്ന് തെരഞ്ഞെടുക്കാൻ ഏതായാലും എന്നെ കൊണ്ട് വയ്യ. ഇൻഷാ അല്ലാഹ് പകരുടെ ക്ലിപ്പുകൾ ഏതായാലും നമ്മളെ എല്ലാ ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. പകരം ഓരോ ആളുകളെ പൊന്തിച്ചങ്ങോട്ട് ഔലിയ പാപ്പ അതിന്റെ മേലേക്ക് കൊണ്ടുപോയിട്ട് കുത്തുബുൽ ആലം, കുത്തുബുൽ അക്താബ്, നീ എന്തൊക്കെ പറയാ എന്ന് നമുക്കൊന്നും അറിയില്ല.